പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികളോടുള്ള ഉദ്യോഗസ്ഥ സമീപനത്തിൽ പ്രതിഷേധവുമായി ബോട്ടുടമകൾ രംഗത്ത്. ബോട്ടുടമയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഉസ്മാൻ ബോട്ടുടമ പൊന്നാനി അഴീക്കൽ സ്വദേശി കുറിയ മൊയ്തീൻ കാക്കാനകത്ത് സിദ്ദീഖിന്റെ മരണം ഉദ്യോഗസ്ഥ പീഡനം മൂലമാണെന്ന് ആരോപിച്ചാണ് ബോട്ടുടമകൾ DDO ഓഫീസിലേക്ക് പ്രതിഷേധ ധർണയും അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകിയത്. കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ ബോട്ട് കരവലി നടത്തുന്നുവെന്ന് ആരോപിച്ച ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ സിദ്ദീഖിന് കടുത്ത മാനസിക വിഷമമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള പട്രോളിംഗ് ബോട്ടിൽ മറൈൻ എൻഫോഴ്സ്മെന്റിലെ പോലീസുകാരനും സ്രാങ്കും ഉൾപ്പെടെയുള്ളവർ സിദ്ദീഖിന്റെ ബോട്ടിനെ തടഞ്ഞുവെക്കുകയും 80,000 രൂപയോളം പിഴ ചുമത്തുകയും ചെയ്തതിലുള്ള മാനസിക പ്രയാസമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടും പണയം വെച്ചിട്ടും വീട് പണയം വെച്ചിട്ടും സ്വർണ്ണങ്ങളൊക്കെ വിറ്റിട്ട് ബോട്ട് എടുത്തിട്ട് ഒന്നാമത് ഇന്ധന ചെലവ് കാരണം തന്നെ ഭീമമായ നഷ്ടമാണ്. വെച്ചാൽ എങ്ങനെ പണിക്ക് പോയി വന്നാലും വലിയ ബാധ്യതയിലാകാണ് മത്സ്യത്തൊഴിലാളി പോകുന്നത്. ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യമാണ് പൊന്നാനിയുള്ളത്. കേരളത്തിന്റെ വേറെ ഒരു തുറമുഖത്ത് ഇതുപോലുള്ള പീഡനങ്ങളില്ല. സർക്കാരിനൊരു നയം ഉണ്ടാവും. സർക്കാരിന്റെ നയം കേരളത്തിൽ എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ പൊന്നാനിയിൽ പ്രത്യേക നിയമമാണ്. ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിയിട്ട് അവരെ അവരെ പീഡിപ്പിക്കുന്ന നിലവാരത്തിലേക്കാണ് മുന്നോട്ട്. അപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനോട് കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തുക. അതിന്റെ ഭാഗമായിട്ട് സജാദ് പറഞ്ഞ പോലെ ഒരാളെ പീഡിപ്പിച്ച് കൊന്നെന്ന് തന്നെ പറയും. ആ നിലയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിശക്തമായിട്ട് മത്സ്യത്തൊഴിലാളി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പണിക്ക് പോയി കഴിഞ്ഞാൽ 2-3 ദിവസം അടിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ ഭീമമായ ബാധ്യതയാണ്, കടമാണ്. എന്നിട്ട് ഇവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ വയലൻ്റാവും. അപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഈ നിഷ്ക്രിയത്വം, അവരുടെ ഈ തന്നെ തെറ്റായ ധാരണ അത് മാറ്റണം. ഇത് ബന്ധപ്പെട്ട MLA-നോടും മന്ത്രിമാരോടൊക്കെ ഈ കാര്യങ്ങൾ ശുപാർശ ചെയ്യും. അതില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം പൊന്നാനി കടപ്പുറത്തുണ്ടാവും. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ജില്ലാ കളക്ടർ, ഫിഷറീസ് വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. ഫിഷറീസ് DDക്ക് പരാതിയും നൽകി. MA ഹമീദ്, സൈഫു പൂളക്കൽ, സജാദ്, കോയ, കബീർ, ഉസ്മാൻ, സക്കീർ എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ്, പൊന്നാനി. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.